നമ്മൾ സൈലൻസറിന്റെ ബെൻഡിന്റെ തുരുമ്പ് യൂസ് ഈ വണ്ടി കൊണ്ടുവരുന്ന മെയിൻ വിഷയം സൈലൻസറിന്റെ ബെൻഡിന്റെ തുരുമ്പ്. അപ്പൊ റീസ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ പ്ലേറ്റ് ചെയ്യാൻ പറയാറുണ്ട്, ചില ആൾക്കാർ പൗഡർ കോട്ട് ചെയ്യാറുണ്ട്. പക്ഷെ പ്ലേറ്റ് ചെയ്യൽ പ്രാക്ടിക്കൽ അല്ല. അത് നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആ ഒരു കാറ്റലിക് കൺവെർട്ടർ കത്തിപ്പോവാനും അതിൽ എമിഷൻ പൊല്യൂഷൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അത് റീപ്ലേസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു പണിയാണ്, വർക്കാണ് സൈലൻസർ ഗാർഡ്. ബെൻഡ് ഗാർഡ് ആണത്, SS ആണ്, സ്റ്റീലാണ് വരുന്നത്. അപ്പൊ അത് നോക്കുക, ഇത് എക്സോസ്റ്റ് റാപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഈ റാപ്പ് ചെയ്താൽ ഏറ്റവും വലിയ ദോഷം ഇതിന്റെ സൈലൻസർ തുരുമ്പ് പിടിച്ചു. പക്ക ഈ ബെൻഡ് തുരുമ്പ് പിടിച്ചാൽ തീരും, ദ്രവിച്ച് തീർന്നാൽ നമുക്ക് അറിയില്ല. ഇത് അയച്ച് കളയുന്ന സമയത്ത് ദ്രവിച്ച് ഏകദേശം തീർന്നിട്ടുണ്ടാവും. അപ്പം ഈ ഒരു സാഹചര്യം ആകുമ്പോൾ ഏറ്റവും നല്ല സാധനം, നമുക്കിത് ഇവിടെ തുരുമ്പ് പിടിച്ചിട്ട് വൃത്തികേടാണ് എന്നുള്ളത് പെയിന്റ് ചെയ്ത് വേണം ഒരു കോട്ട്, പിന്നെ കോട്ട് ചെയ്തതിന് ശേഷം പ്രൈമർ കോട്ട് എന്തോ ചെയ്തതിന് ശേഷം നമുക്ക് ആ തുരുമ്പ് പ്രൊട്ടക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന ഒരു നല്ലൊരു ഓപ്ഷനാണ് ഇത് കേട്ടോ. കാരണം ഇത് ഇതേമാതിരി തന്നെ നമ്മൾ ഹീറ്റ് പ്രൊട്ടക്ഷൻ ആണ്. വല്ലാതെ കൈ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുന്നതിൽ നിന്നും നല്ലൊരു ഭംഗിയും, അതായത് ഹാലിഡോൾസിനൊക്കെ സ്റ്റൈൽ, ഹാലിഡോൾസിന്റെ ബെൻഡിനൊക്കെ ഉണ്ടാവുന്നതാണ് ഈ ടൈപ്പ്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സ്റ്റൈൽ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 2 ക്ലാമ്പ് കിട്ടുന്നുണ്ട്. 2 ക്ലാമ്പ് ടൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം SS ആണ് നോക്കുക. ഇത് SS ആണ്, ഇത് സ്റ്റീലാണ് വരുന്നത് കേട്ടോ. ഇത് പല ലോക്കൽ പാർട്സുകളും ഇരുമ്പിന്റെ കിട്ടുന്നുണ്ട്, പൗഡർ കോട്ട് ടൈപ്പ് കിട്ടുന്നുണ്ട്, എല്ലാ കളറും കിട്ടുന്നത്, ബ്ലാക്ക് കിട്ടുന്നുണ്ട്, CP കിട്ടുന്നുണ്ട്, പ്ലേറ്റഡ് കിട്ടുന്നുണ്ട്, സ്റ്റീൽ കിട്ടുന്നുണ്ട്. SS വാങ്ങി നോക്കുക. SS ആകുമ്പോൾ തുരുമ്പിന്റെ കാര്യം പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.